ഹലോ. കഴിഞ്ഞൊരു 7-8 കൊല്ലമായിട്ട് ഓൺലൈനിൽ പല പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരും. നിങ്ങൾ ജസ്റ്റ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാനിരിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതല്ല ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. ധാരാളം അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓൺലൈനിൽ നമുക്ക് പല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അധിക പേരും സ്റ്റാർട്ട് ചെയ്യണത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചിലർ അവരുടെ വെബ്സൈറ്റും അതുപോലെ തന്നെ ഓൺ മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചിലർ സോഷ്യൽ മീഡിയ പേജുകൾ വഴി സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്, ഒരു ചെറിയ ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ, ഞാൻ പറയണത് ഭയങ്കര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീനെ പറ്റിയിട്ടോ അതിനെ പറ്റിയൊന്നുമല്ല. നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം ലാഭകരമായിട്ട് ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുമ്പോഴാണ്. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും സെല്ല് ചെയ്യുമ്പോഴാണ് ഏറ്റവും ലാഭത്തിലും ഏറ്റവും വേഗത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ആമസോണും ഫ്ലിപ്കാർട്ടും പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ. ഈ മാർക്കറ്റ് പ്ലേസുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ കമ്മീഷൻ, അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ്, അതുപോലെ തന്നെ പല പ്ലാറ്റ്ഫോം ഫീസ്, അങ്ങനെ പല ഫീസുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ആ സംരംഭകന് വലിയ കാര്യമായിട്ട് ലാഭം കിട്ടണ കാണാറില്ല. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര ഹൈപ്പർ കോമ്പറ്റീഷനാണ് ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ. കാരണം ഡൽഹി, ബോംബെ, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് തന്നെ അവർ ആ ഈവൻ ഹോൾസെയിൽ വിലയിൽ പോലും സാധനങ്ങൾ സെല്ല് ചെയ്യണം കാണാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് മത്സരിച്ച് നിൽക്കൽ കുറച്ച് പ്രയാസമായിരിക്കും. കുറച്ച് യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റാണ്, നിങ്ങളുടെ ഓൺ ബ്രാൻഡിലൊക്കെ ഉള്ള യുണീക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആമസോണും ഫ്ലിപ്കാർട്ടൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഏറ്റവും അവസാനത്തതാണ് മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റുകളും. ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇനീഷ്യൽ സ്റ്റേജിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് കാശ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നല്ല വെബ്സൈറ്റിനെ പറ്റിയാണ് പറയണത്. പിന്നെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കയറി വാങ്ങിക്കുമെന്നാണ്. വളരെ അബദ്ധമായിട്ടുള്ളൊരു ധാരണയാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ബേബി സ്റ്റെപ്പ് മാത്രമാണ്. അതിൻ്റെ അകത്തേക്ക് ആളുകളെ എത്തിക്കുക, അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അവിടെ നിങ്ങൾ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ ഈ മൂന്നും പരീക്ഷ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയേക്കണത്, എപ്പോഴും ഏറ്റവും എളുപ്പത്തിൽ ലാഭകരമായിട്ട് വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ പേജുകൾ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റുകളും സർവീസും സെല്ല് ചെയ്യുന്നതാണ്. അവിടെയാണ് എനിക്ക് ഏറ്റവും ലാഭം കിട്ടിയേക്കണത്. ലാഭം നല്ല രീതിയിൽ കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഫ്രീ ആയിട്ട് വരെ മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും സൗജന്യമായിട്ട് തന്നെ മാർക്കറ്റിംഗ് ചെയ്യാം. അതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ തീരുമാനം എടുത്ത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് സംഗതി പരിപാടിയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം. പക്ഷേ ആമസോൺ വെബ്സൈറ്റ് ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കും. GST വേണം. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ GST വേണം. അത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. GST എടുത്തു കഴിഞ്ഞാലുള്ള ആദ്യത്തെ ഒരു ചെറിയൊരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഫയൽ ചെയ്യണം. എല്ലാ മാസവും ഓർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഫയൽ ചെയ്യണം. അതാണ് ഒന്നാമത്തെ ചാലഞ്ച്. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഡേ 1 മുതൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 12%, 18% ഒക്കെ ആയിട്ട് ഓരോ ഡിപ്പെൻഡിങ് ഓൺ നമ്മളുടെ പ്രൊഡക്റ്റ് അതിന് പോകും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം നമുക്ക് വേഗത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ആ പ്രൊഡക്റ്റ് പരീക്ഷ വെക്കാനായിട്ട് സാധിക്കും. ഫ്രീ മാർക്കറ്റിംഗ് ചെയ്യുക, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുക, അതുപോലെ പെയ്ഡ് മാർക്കറ്റിംഗ് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഇത് ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനിലൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വേഗത്തിൽ ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകൾ മുഴുവൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് കൊറിയർ പാർട്ട്നേഴ്സ് വലിയ ലോഡിങ് വണ്ടിയിലും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ആദ്യം ഒരു
മെയിൻ ഹബിലേക്ക് പോകും. അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെറിയ ചെറിയ പിൻകോഡുകളിലേക്ക് ഇത് പോകുന്നത്. അപ്പോൾ പല സ്ഥലത്ത് ഇങ്ങനെ അവർ എടുത്ത് എറിഞ്ഞും അങ്ങനെയാണ് അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വേഗത്തിൽ അതിൻ്റെ അകത്ത് എന്താണെന്നൊന്നും ഇവർക്ക് അറിയില്ല. നമ്മൾ ഫ്രാജൈൽ എന്നൊക്കെ പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചാലും അതൊന്നും ഒരു ചാക്കിൻ്റെ അകത്താണ് കൊണ്ടുപോകണം. അത് അവർ അറിയണില്ല. അപ്പോൾ പെട്ടെന്ന് എടുത്തിടുമ്പോഴൊക്കെ ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എണ്ണം അയച്ചു കഴിഞ്ഞാൽ 3 എണ്ണം ഡാമേജ് ആയിരിക്കും. ഈ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ തിരിച്ച് നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. കസ്റ്റമറുടെ അടുത്ത് നിന്ന് ബാഡായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ പിന്നെ റീഫണ്ട് കൊടുക്കണം, ഒരു ഓവർ കമ്മ്യൂണിക്കേഷൻ, അനാവശ്യമായിട്ട് കസ്റ്റമറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, നഷ്ടവുമാണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് നല്ല രീതിയിൽ സെയിൽ നടക്കും. ഇപ്പോൾ ഷോപ്പൊക്കെയാണ്, ഷോപ്പിൽ നല്ല സെയിലുണ്ട് എന്ന് കരുതി ഇത് കൊറിയർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ തലവേദനയാണ്. പിന്നെ നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ പാക്കേജിങ് കോസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പവും അതുപോലെ തന്നെ നല്ല തൂക്കവും ഉള്ള പ്രൊഡക്റ്റുകൾ പരമാവധി ഓൺലൈനിൽ സെല്ല് ചെയ്ത് ഒഴിവാക്കുക. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനികൾ, കൊറിയർ കമ്പനികൾ കൊറിയർ ചാർജ് ഈടാക്കുന്നത് വെയ്റ്റിനും അതുപോലെ തന്നെ വലിപ്പമൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. വോളിമെട്രിക് വെയിറ്റ് എന്ന് അവർ പറയും അവരുടെ ഇതിൽ. നല്ല വലിപ്പം, വെയിറ്റ് കുറവായിരിക്കും പക്ഷെ നല്ല വലിപ്പം ഉണ്ടായാലും പ്രശ്നമാണ്. ചിലപ്പോൾ വലിപ്പം വളരെ കുറവായിരിക്കും പക്ഷെ നല്ല കനമായിരിക്കും. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. മാക്സിമം ഒരു 1 കിലോയുടെയൊക്കെ താഴെ നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ, ഒരു ഷൂ ബോക്സ് ഉണ്ടല്ലോ, ഷൂ കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒതുങ്ങുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതൊരു ഐഡിയൽ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ഷിപ്പിംഗ് കമ്പനികൾ ഇൻ കേസ് കൂട്ടിയാലും നമ്മളുടെ പ്രോഫിറ്റബിലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതായത് തീരെ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് ആകെ 100 രൂപയുള്ളൂ, ഷിപ്പിംഗ് ചാർജ് 60 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ മൈൻഡിലും അതൊരു ഇത് പുറത്തൊരു കടയിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് 100 രൂപക്ക് സാധനം കിട്ടും, വെറുതെ 3-4 ദിവസം വെയിറ്റ് ചെയ്തിരുന്ന് എക്സ്ട്രാ 60 രൂപയും കൂടി കൊടുത്ത് ഞാനിത് വാങ്ങണമെന്നുള്ള ചിന്ത കസ്റ്റമറുടെ മൈൻഡിൽ വരും. അത് കസ്റ്റമറുടെ പെർസ്പെക്റ്റീവ്. ഇനി സംരംഭകരായിട്ടുള്ള നമുക്ക് തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡറുകൾ കിട്ടിയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കാനുള്ള ലാഭം കിട്ടുള്ളൂ. ഈ 10 രൂപ 20 രൂപ 30 രൂപ 50 രൂപയൊക്കെ ലാഭം എടുക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. പുറത്താണെങ്കിൽ ഓക്കെ, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും അവിടെ ഓക്കെ, പക്ഷേ ഓൺലൈനിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഓർഡറുകളാണ് എടുക്കുന്നത്. ഒരു ഹോൾസെയിലർ അല്ല, നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 30 രൂപയൊക്കെ ലാഭം കിട്ടി ഒരു 10 ഓർഡർ കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഡെയിലി 10 ഓർഡർ കിട്ടിയാൽ പോലും 300 രൂപയാവണുള്ളൂ. അത് പുറത്തൊരു പണിക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കാശ് കിട്ടും. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു മെച്ചപ്പെട്ട ഒരു ലിവിങ് സ്റ്റാൻഡേർഡിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങുക. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇനി വളരെ ചീപ്പായിട്ടുള്ളതാണ് ഈ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെല്ല് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ ഹോൾസെയിലറെ കണ്ടെത്താനായിട്ട് നോക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാക്സിമം ഒഴിവാക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുക, ഒരു 500 രൂപയുടെ മേളിലോട്ട് വില വന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാ കോസ്റ്റുകളും കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 100 രൂപ അതിൽ നിന്ന് പ്യുവറായിട്ടൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഒരു 10 രൂപ കിട്ടിയാൽ പോലും ഡെയിലി ഒരു 1000 റുപ്പീസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 500-600 രൂപയൊക്കെ വില വരുന്ന സെല്ലിംഗ് പ്രൈസ് വരുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കാം. ഒരു 1000 ഒക്കെ ആണെങ്കിൽ വളരെ നല്ലത്, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പലരും ഈ വളരെ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ തിരഞ്ഞെടുത്ത് സെല്ല് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് അറിയോ? വിലക്കുറവ് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുമെന്നാണ് പലരുടെയും വിചാരം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൺലൈനിൽ ചിലപ്പോൾ ഒരു വില നിങ്ങൾ കാണും, ആ വില കണ്ടിട്ട് ഇതിനേക്കാൾ താത്തി എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ ഒരുപാട് കസ്റ്റമർ എനിക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേ ആ പ്രൊഡക്റ്റ് എടുത്തു വെക്കും. ഈ പലപ്പോഴും ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയ വില മൈനസ് വിറ്റ വില, അല്ലെങ്കിൽ വിറ്റ വില മൈനസ് വാങ്ങിയ വില, ഇതാണ് പ്രോഫിറ്റ് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ 5-ന് വാങ്ങി 10-ന് വിറ്റു, അപ്പോൾ 10 - 5 നമ്മൾ 5 രൂപ നമ്മുടെ ലാഭം എന്നാണ് വിചാരിച്ചത്. അല്ല, അതിൻ്റെ പുറകിൽ മറ്റ് കോസ്റ്റുകൾ വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്. നമുക്ക് ഷിപ്പിംഗ് ചാർജ് എക്സ്പെൻസാണ്, പാക്കേജിങ് കോസ്റ്റ് എക്സ്പെൻസാണ്, പിന്നെ നിങ്ങളതിൽ പണിയെടുക്കണുണ്ടല്ലോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു റിസോഴ്സാണല്ലോ നിങ്ങളുടെ അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം നമ്മൾ കുറച്ചാലാണ് കറക്റ്റായിട്ടുള്ള ലാഭം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓൺലൈനിൽ പല സെല്ലേഴ്സും ഇച്ചിരി വില കൂട്ടിയൊക്കെ വിൽക്കുന്നത്. നിങ്ങൾ അവരെയൊക്കെ താത്തി വിലയൊക്കെ വിൽക്കാൻ നോക്കരുത്.
പിന്നെ വില കുറച്ച് വിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഐഡിയ അല്ല. കാരണം വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ എപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകളിൽ നിന്ന് കസ്റ്റമറുടെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. അപ്പം മാക്സിമം നമ്മൾ വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഒഴിവാക്കാനായിട്ട് നോക്കുക. വില കുറച്ച് വിൽക്കുക എന്നുള്ളതല്ല. നമ്മൾ ബിസിനസ് തുടങ്ങണത് എന്തിനാണെന്നറിയോ? ലാഭമാണ്. അതല്ലാതെ കാശ് ഇങ്ങനെ ബേൺ ചെയ്ത് ഏതെങ്കിലും ഒരു നാൾ പ്രോഫിറ്റബിൾ ആകും എന്ന രീതിയിൽ പോകാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്, ഞാൻ തുടക്കം തന്നെ വീഡിയോയുടെ ആദ്യം പറഞ്ഞു, ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. വലിയ ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികൾ അവർക്ക് അതല്ല ഇത് ഞാനിതിൽ പറയണത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ അവ അങ്ങനെയാണെങ്കിൽ ഇന്ന കമ്പനി 5 കൊല്ലമായിട്ട് ഒരു ലാഭമില്ലാതെ അവർ റൺ ചെയ്യുന്നുണ്ടല്ലോ, അവർ നല്ല രീതിയിൽ ഇങ്ങനത്തെ ചോദ്യമൊന്നും ചോദിക്കരുത്. കാരണം വെച്ചാൽ അത് വെൽ ഫണ്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവരെ വെച്ചിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യണം. നിങ്ങളുടെ പേഴ്സണൽ സേവിങ്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ നേരത്ത് ഡേ 1 മുതൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാമെന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് കഴിയാൻ നേരത്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ബിസിനസ് തുടങ്ങിയത് അക്കൗണ്ടിലേക്ക് കാശ് വരാനാണ്. അക്കൗണ്ടിൽ നിന്ന് കാശ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രാപ്പിൽ നമ്മൾ ചെന്ന് ചാടും. തുടക്കം മുതലേ ലാഭം ഉണ്ടെങ്കിൽ മാത്രം വിറ്റാൽ മതിയെന്നേ. ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് ലാഭമുള്ള കളിക്ക് മാത്രം നിന്നാൽ മതി. ചെറിയ ബിസിനസ് ചെയ്യണവരോടാണ് പറയണത്. അതല്ല വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം ലാഭകരമായേക്കാം, ഇത് നാളെ ഒരു ദിവസം വലിയ ബ്രാൻഡായേക്കാം, അതിനുശേഷം ഇതിൻ്റെ വാല്യൂ കൂടിയേക്കാം. അങ്ങനത്തെ കളി എല്ലാവർക്കും കളിക്കാനായിട്ട് സാധിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഫണ്ട് റൈസ് ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് കാശ് പറ്റിപ്പോകാൻ നേരത്ത് നിങ്ങൾ ഫാമിലിയുടെ അടുത്തുനിന്ന് കാശ് ചോദിക്കേണ്ടി വരും, കൂട്ടുകാരുടെ അടുത്തുനിന്ന് കാശ് ചോദിക്കേണ്ടി വരും. അപ്പോൾ ബന്ധങ്ങൾ പലതും തകരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ആ ബിസിനസ്സിൽ നിന്ന് തന്നെ നമുക്ക് വരുമാനം വന്നിട്ടുണ്ട്. ആ ബിസിനസ്സിനെ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ബിസിനസ്സിന് തന്നെ ഉണ്ടെങ്കിൽ, ബിസിനസ്സിൽ നിന്ന് ഇൻകം വന്ന് ആ ഇൻകത്തിൽ നിന്ന് എടുത്ത് നമുക്ക് ആ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വക ടെൻഷനൊന്നുമില്ല. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ പ്രോഫിറ്റബിൾ ആവാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള വേറൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു പക്ഷേ നിങ്ങൾ ആരെയും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. അഡ്രസ്സ് കൃത്യമായിട്ട് വെക്കാൻ നിങ്ങളുടെ കസ്റ്റമറെ പഠിപ്പിക്കുക. ഓൺലൈനിൽ പലരും പല വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യാൻ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾക്ക് ആരും ഒരു പക്ഷേ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഇന്ന വരെ. അഡ്രസ്സ് കൃത്യമല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്കൊരു ഓർഡർ കിട്ടുന്നു, നിങ്ങൾ വിൽക്കുന്നത് ഒരു പേഴ്സാണെന്ന് വിചാരിക്കുക. പേഴ്സിനൊരു ഓർഡർ കിട്ടി, നിങ്ങളുടെ സ്ഥലം എറണാകുളമാണ്, ഓർഡർ വന്നേക്കണ കോഴിക്കോട് നിന്നാണ്. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ അഡ്രസ്സ് ചോദിക്കുമല്ലോ. അപ്പോൾ കസ്റ്റമർ അഡ്രസ്സ് അയച്ചു തന്നേക്കണത് പുള്ളിയുടെ പേര്, വീട്ടുപേര്, പിന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, പിൻകോഡ്, ഒരു നമ്പർ. ഇതാണ് സാധാരണ അഡ്രസ്സായിട്ട് നമുക്ക് കിട്ടാറ്. ഈ അഡ്രസ്സിൽ നിർബന്ധമായിട്ടും നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഒരു സംഗതികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പിൻകോഡാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ഈ പിൻകോഡ് തെറ്റിപ്പോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി അഡ്രസ്സിലെ എന്ത് ശരിയാണെങ്കിലും കറക്റ്റ് സ്ഥലത്തേക്ക് എത്തില്ല. കാരണം കൊറിയർ കമ്പനികൾ ഈ പാക്കേജ് സോർട്ട് ചെയ്യണത് പിൻകോഡ് അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ ഇങ്ങനെ വായിച്ച് നോക്കി അങ്ങനെയല്ല അവർ ചെയ്യണത്. ആ പിൻകോഡ് ഉണ്ടല്ലോ, ആ പിൻകോഡ് അടിസ്ഥാനത്തിലാണ് അവർ സോർട്ട് ചെയ്യണത്. ആ പിൻകോഡിൽ ഒരക്കം മാറിയാൽ പോലും അവസാനത്തെ ഒരക്കമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അടുത്തുള്ള സ്റ്റേഷനിലൊക്കെ എത്തിയേക്കാം. അപ്പോഴും കസ്റ്റമർ പോയി എടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ആ കസ്റ്റമറോട് നിങ്ങൾ പറയുക, പിൻകോഡും നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പറും കൃത്യമാണെന്ന് ഒന്ന് വെരിഫൈ ചെയ്യുക. കസ്റ്റമർ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ അവരോട് ഒന്നുകൂടി പറയുക, സാറേ ആ പിൻകോഡും ഫോൺ നമ്പറും ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് തരും, ഉറപ്പല്ലേ എന്നൊന്ന് ഉറപ്പ് വരുത്തിയേക്കാൻ പറയും. ചില സമയത്ത് ഞാനിത് പറഞ്ഞപ്പോൾ അവർ രണ്ടാമത് പിൻകോഡ് മാറിപ്പോയി, 68 35 56 അല്ല 57 ആയിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും മെസ്സേജ് അയക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെരിഫൈ ചെയ്തില്ലായിരുന്നെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നമ്മുടെ നഷ്ടമാവുള്ളൂ. കസ്റ്റമറുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നമ്മൾ വീണ്ടും അവരോട് ഷിപ്പിംഗ് ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് മുഷിപ്പ് വരും. പിന്നെ നമുക്കും സമയം വേസ്റ്റ് ആവുള്ളൂ, ഇതിൻ്റെ പുറകെ കടന്ന് നമ്മുടെ ടൈമും വേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ചിലപ്പോൾ 9 നമ്മൾ കൈകൊണ്ട് എഴുതിയിട്ടാണ് ഇപ്പോൾ ലോക്കൽ കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ നമുക്ക് അയച്ചു തന്നേക്കുന്നത് 9 അക്കമാണ് ചിലപ്പോൾ മൊബൈൽ ഫോൺ നമ്പറിൽ ഉണ്ടാവുള്ളൂ. അത് അവരും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല, എഴുതുന്ന സമയത്ത് നമ്മളും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളത് നോക്കി നേരെ അങ്ങോട്ട് എഴുതും. ഇപ്പോൾ പ്രിൻ്റ് ആണെങ്കിൽ ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് അടിച്ചു വന്നതാണെങ്കിൽ ഓക്കെ, എന്തെങ്കിലും എറർ അതിലുണ്ടെങ്കിൽ അത് കാണിച്ചു തരും, നിങ്ങൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യണേ. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് ഇരുന്ന് എഴുതാൻ നേരത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 9 അക്കമൊക്കെയാണ് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് രണ്ടും ഒന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ അഡ്രസ്സിൽ ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിൽ അത് വെക്കാൻ കസ്റ്റമറുടെ അടുത്ത് പറയുക. അപ്പോൾ ആ കസ്റ്റമർക്ക് നിങ്ങളൊരു ഫോർമാറ്റ് അയച്ചു കൊടുക്കുക. കസ്റ്റമറുടെ പേര്, വീട്ടുപേര്, അതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യണ പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ അടുത്തുള്ള സ്ഥാപനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം ഓപ്പോസിറ്റ് SBI ബാങ്ക്, ഓപ്പോസിറ്റ് SBI ATM, ഇതെല്ലാം ലാൻഡ് മാർക്കാണ്.
ഈ ലാൻഡ് മാർക്ക് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി പാർട്ട്ണർ, ഡെലിവറി അസോസിയേറ്റ്, അവർക്ക് ഈ ലാൻഡ് മാർക്ക് കണ്ട് ഇപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ ലാൻഡ് മാർക്ക് കാണാൻ നേരത്തെ ഓപ്പോസിറ്റ് SBI ബാങ്ക് എന്ന് കാണാൻ നേരത്തെ SBI ബാങ്കിൻ്റെ അവിടെ ചെന്നിട്ട് ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. ഈ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്ക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് SBI ബാങ്കിൻ്റെ അവിടെ ചെന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചിലപ്പോൾ 2 വീടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചോദിക്കാൻ നേരത്ത് ഈ കസ്റ്റമറുടെ വീട്, ഇനിയിപ്പോൾ അതല്ല ആദ്യത്തെ വീടല്ലെങ്കിൽ ആ ആദ്യത്തെ വീട്ടുകാർ പറഞ്ഞു കൊടുക്കും രണ്ടാമത്തെ വീടാണ് ഇന്ന കസ്റ്റമർ എന്നുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ലാൻഡ് മാർക്ക്, പിൻകോഡ്, അഡ്രസ്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കേണ്ടതായിട്ട് വരില്ല. കറക്റ്റായിട്ട് ഡെലിവേർഡ് ആവും. കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ച ഇതുവരെ കിട്ടിയില്ല. ചിലപ്പോൾ ഫൈനൽ സ്റ്റേഷനിൽ വന്ന് കിടക്കണുണ്ടാവും. ഈ ഡെലിവറി ചെയ്യണവർക്ക് ഈ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ പറ്റണ്ടേ? ഈ അഡ്രസ്സിൽ ആകെ പേരുടെ പേരും ഫോൺ നമ്പറാണെങ്കിൽ വിളിച്ചാൽ കിട്ടാത്ത നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊടുത്തേക്കണം. രണ്ടാമത് നമുക്ക് എഡിറ്റ് ചെയ്യലൊന്നും സാധ്യമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അഡ്രസ്സ് കൃത്യമായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ കേൾക്കണത്. കാരണം അധികം ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പറയണവരൊന്നും ഈ ഒരു വശം പറയാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി ബെനഫിഷ്യൽ ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സ് അധിക സമയവും നമ്മുടെ വാട്സപ്പിലായിരിക്കും കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിലൂടെ ആയിരിക്കും ഓർഡറൊക്കെ നമ്മൾ സ്വീകരിച്ചേക്കണേ. ഈ കസ്റ്റമറുടെ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അതായത് അവരുടെ ഫോൺ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതെന്തിനാണെന്ന് ഞാൻ പറയാം. കസ്റ്റമറോട് കൊറിയർ അയക്കുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമറുടെ അടുത്ത് പറയാം, ഞങ്ങളുടെ ഈ ഫോൺ നമ്പർ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെക്കാം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷന് നിങ്ങൾക്കത് ഉപകാരപ്പെടും. കാരണം അവർ പേയ്മെൻറ്റ് തന്നേക്കാണ് നമുക്ക്. അപ്പോൾ സേവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അവർ സേവ് ചെയ്ത് വെക്കും, നമ്മളും അവരുടെ സേവ് ചെയ്ത് വെക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രൊഡക്റ്റാണ് ആദ്യമുള്ളൂ. ഒരു പ്രൊഡക്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. രണ്ടാമത്തെ പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിന് തന്നെ വീണ്ടും വിൽക്കാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ 2 രീതിയിലാണ് നമുക്കൊരു ബിസിനസ് വളർത്താൻ പറ്റുക. പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും ഓൾറെഡി ഉള്ള കസ്റ്റമർക്ക് വീണ്ടും കൂടുതലായിട്ട് വിറ്റുകൊണ്ടും നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഒരു 1000 പേര് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ജെൻസിൻ്റെ വാലറ്റ് എടുക്കാം. ജെൻസിൻ്റെ വാലറ്റാണ് നിങ്ങൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബ്രാൻഡൊക്കെ അടിച്ച് നിങ്ങളുടെ വാലറ്റാണ് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾ ബെൽറ്റ് ഇറക്കുന്നു, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ആക്സസറീസൊക്കെ ഇറക്കാൻ നേരത് ഓൾറെഡി കസ്റ്റമർ ഉണ്ടെങ്കിൽ എന്തിനാ പുതിയ കസ്റ്റമറെ തേടി പോണത്? ഓൾറെഡി ഉള്ളവർക്ക് വിൽക്കാമല്ലോ. അങ്ങനെ വിൽക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആ കസ്റ്റമറുടെ ഡാറ്റ വേണ്ടേ? അതുകൊണ്ടാണ് ഇവരുടെ നമ്പർ സേവ് ചെയ്ത് വെക്കാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനായിട്ട് സാധിക്കും. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റിംഗ് നടത്താനായിട്ട് സാധിക്കും. വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് വർക്ക് ആവണമെങ്കിൽ ഒരു 256 പേരെ വരെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിൽ. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഉണ്ടാക്കാം. പക്ഷേ ഇത് അവർക്ക് റിസീവ് ആവണമെങ്കിൽ 2 പേരും പരസ്പരം നമ്പർ സേവ് ചെയ്യണം. നമ്മളും അവരുടെ നമ്പർ സേവ് ചെയ്യണം, നമ്മുടെ നമ്പർ അവരും സേവ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ മെസ്സേജ് അവർക്ക് റിസീവ് ആവുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റാറ്റസ് കാണണമെങ്കിലും പരസ്പരം നമ്പർ സേവ് ചെയ്താലാണ് പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ പ്രൊഡക്റ്റും പുതിയ കാര്യങ്ങളും എല്ലാം വരാൻ നേരത്ത് സ്റ്റാറ്റസിലൂടെയും ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജിലൂടെയും കസ്റ്റമറെ അറിയിക്കണമെങ്കിൽ നമ്പർ സേവ് ചെയ്ത് വെക്കണം. എപ്പോഴും ഓർക്കുക, എപ്പോഴും പുതിയ കസ്റ്റമറെ കണ്ടെത്തിയിട്ട് വേണ്ട നമുക്ക് റവന്യൂ കൂട്ടാനായിട്ട്. എക്സിസ്റ്റിംഗ് ഉള്ള കസ്റ്റമർക്ക് വീണ്ടും വിറ്റുകൊണ്ടും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്, പലപ്പോഴും നമ്മളൊരു ബിസിനസ്സിലേക്ക് വരുന്നത് ഒരു ജോലി എന്നൊക്കെ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, പതിയെ അല്ലെങ്കിൽ പാർട്ട് ടൈം ഒക്കെ ആയിട്ടായിരിക്കും നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ജോലി പോലെയല്ല ബിസിനസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ പോകുന്നു, മാസം അവസാനമാകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യ വാരത്തിലൊക്കെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നു. അത് നിങ്ങളിപ്പോൾ വലിയ കാര്യമായിട്ട് പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് വരുമാനം സാലറി എന്തായാലും കിട്ടും. അപ്പോൾ ആ മാസം ചിലപ്പോൾ ആ കമ്പനിക്ക് 1 രൂപയുടെ പോലും കച്ചവടം നടന്നിട്ടുണ്ടാവില്ല, എന്നാലും അവർ നിങ്ങൾക്ക് സാലറി കിട്ടും. അടുത്ത മാസം സെയിൽ വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ സാലറി അവർ നിങ്ങൾക്ക് തരും. പക്ഷേ ബിസിനസ്സിൽ അങ്ങനെയല്ല. ബിസിനസ്സിൽ നമുക്ക് ആ മാസം 1-ാം തീയതി തന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇത്ര രൂപ വലിക്കാൻ പറ്റിക്കോളണമെന്നില്ല. ചിലപ്പോൾ ഇന്ന് നല്ല ഓർഡർ ഉണ്ടാവും, വരാൻ പോകുന്ന 2-3 ദിവസത്തേക്ക് ഓർഡർ ഉണ്ടാവില്ല, അടുത്ത ദിവസം നമുക്ക് നല്ല ഓർഡർ കിട്ടും. അപ്പോൾ ഇത് പീക്സ് ആൻഡ് വാല്യൂസ് ആണ്, ഇങ്ങനെ കയറ്റിറക്കങ്ങളാണ്, ഇങ്ങനെ കയറി ഇറങ്ങി. അതല്ലാതെ സ്ട്രെയിറ്റ് രേഖയിൽ ഇങ്ങനെ കറക്റ്റ് എല്ലാ ദിവസവും 10 ഓർഡർ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഒരു ദിവസം 10 ഓർഡർ കിട്ടി, അടുത്ത 2 ദിവസത്തേക്ക് ഒറ്റ ഓർഡറും ഇല്ല. അതിൻ്റെ അടുത്ത ദിവസം ഒരു 5 ഓർഡർ കിട്ടി, പിറ്റത്തെ ദിവസം 3 കിട്ടിയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് ഒരു സെയിലും ഇല്ല. പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, മാസം അവസാനമായപ്പോൾ പെട്ടെന്ന് സെയിലിൻ്റെ ഒരു സ്പൈക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് സെയിൽ കിട്ടുക.
അപ്പോൾ സെയിൽ കുറഞ്ഞ ദിവസം നമ്മൾ മാക്സിമം മൈൻഡ് കൂളാക്കി വെക്കാനായിട്ട് നോക്കാം. കാരണം സെയിലില്ലല്ലോ എന്ന് വരാതിരിക്കാൻ നേരത്ത് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടിയൊക്കെ തീർന്നു, ഇനി വേറെ പരിപാടിയിലേക്ക് ഇറങ്ങേണ്ട വരുമോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് ഫീലാവും. അതുകൊണ്ടല്ല, ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇത്ര എണ്ണം ഓർഡർ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ കിട്ടാതിരിക്കാം. ബിസിനസ്സിൻ്റെ ഒരു ഗെയിം അങ്ങനെയാണ്. അവസാനം കണക്ക് കൂട്ടി വരാൻ നേരത്ത് ഏത് ജോലിക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്കൊരു ബിസിനസ്സിൽ നിന്ന് എന്തായാലും ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും സെയിൽ, അത് മനസ്സിൽ ഉറപ്പിച്ചേക്കാം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇല്ലയെന്ന് കരുതി നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. കാരണം അടുത്ത ദിവസം സെയിൽ വീണ്ടും കൂടും. മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും ആക്റ്റീവ് ആകാൻ നേരത്ത്, മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമുക്ക് സെയിൽ കൂടും. പിന്നെ ഒരു സ്മോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ഇത് രണ്ടുമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ഇല്ലാതെ ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫണ്ട് കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമല്ല നമ്മുടേത്. നമ്മൾ സേവിങ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി ഇത് പെട്ടെന്ന് തന്നെ മാർക്കറ്റിംഗ് ചെയ്യുക. മാർക്കറ്റിംഗ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന സ്ഥാപനം ആ പ്രൊഡക്റ്റ് സർവീസ് ഉണ്ടെന്ന് നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ അറിയിക്കണ പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അറിയിച്ചാലാണ് ഇത് വാങ്ങണോ വേണ്ടതെന്നുള്ളത് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുക, സംഗതി വിൽക്കുക, മാർക്കറ്റിംഗ് ചെയ്യുക, സംഗതി വിൽക്കുക, മാർക്കറ്റിംഗ് ചെയ്യുക, സംഗതി വിൽക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അപ്പോൾ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അപ്പോൾ അതല്ലാതെ നിങ്ങൾ മറ്റു കാര്യങ്ങളിലൊന്നും മണി അധികം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓവറായിട്ട് വാഹനം മോടി പിടിപ്പിക്കുക, ഓഫീസ് മോടി പിടിപ്പിക്കുക, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫർണിച്ചറുകൾ വാങ്ങിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക, മണി സ്പെൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ സ്പെൻഡ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ജനറേറ്റ് ചെയ്യണ കാര്യങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ അടുത്തില്ലാതെ വരും. കാരണം ഏതൊരു സ്ഥാപനമാണെങ്കിലും റൺ ചെയ്ത് പോകണമെങ്കിൽ അവരാ ഒരു ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടല്ലോ, ഓപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഫണ്ട് കീപ്പ് ചെയ്യുക. ഒരു ചെറിയ മാസം നിങ്ങൾക്ക് അത് ചിലപ്പോൾ ചില ബിസിനസ്സുകൾക്ക് 15,000 ആയിരിക്കാം. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യണമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 5,000 എങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മാർക്കറ്റിങ്ങിന് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് കുറച്ച് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ഉള്ള ആ എമൗണ്ട് നമ്മൾ മാറ്റി വെക്കുക. കുറച്ച് ഇൻകം വരുമ്പോൾ പലരും ചെയ്യണ ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓടിപ്പോയി ഡയറക്റ്റ് സെയിൽ ജനറേറ്റ് ചെയ്യാത്ത കാര്യങ്ങളിൽ അവർ മണി സ്പെൻഡ് ചെയ്യും. അതായത് ഒരു വാഹനം ഉണ്ടായിരിക്കും, അതിൻ്റെ ടയറൊക്കെ മാറ്റി അലോയി കയറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫർണിച്ചർ വാങ്ങിക്കും, മൊബൈൽ ഫോൺ മാറ്റും. എല്ലാത്തിനും ഓരോ ന്യായങ്ങളുണ്ട്. മൊബൈൽ ഫോൺ കുറച്ചും കൂടി നല്ലതാണെങ്കിൽ ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. വാഹനം കുറച്ചും കൂടിയും ബെറ്റർ ആണെങ്കിൽ വേഗത്തിൽ സ്ഥലത്ത്, അങ്ങനെ എക്സ്ക്യൂസുകൾ ഒരുപാടുണ്ടാവും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക്. പക്ഷേ അതൊന്നും നിങ്ങൾ ഏത് വാഹനത്തിലാണ് സഞ്ചരിക്കണമെന്നുള്ളതൊന്നും നിങ്ങളുടെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെപ്പറ്റി കെയർ ചെയ്യണേ ഇല്ല. പ്രൊഡക്റ്റ് എന്താണ്, സർവീസ് എന്താണ്. അപ്പോൾ സെയിൽ കൂട്ടാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.